ഇന്ന് നമുക്കൊരു മീൻ കൂട്ടാൻ നോക്കാം. നല്ല ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 8-10 ചെറിയുള്ളി ആഡ് ചെയ്യാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു മൂപ്പ് ആകുമ്പോൾ തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 4-5 ഇല കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നല്ല ലേശം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക. പിന്നെ ഇതിൽ കുരുമുളക് പൊടിയും കൂടി പൊടിച്ചെടുക്കുക. പിന്നെ വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ 2-3 കഷ്ണം ഇഞ്ചി. അതേപോലെ ഞാനിവിടെ ഒരു പച്ചമുളക്, ഒരു 4 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ടാണ്. നമ്മുടെ മക്കളധികം എരിവൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ അതിന് പിന്നെ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പൊതുവെ മീൻ കറിക്ക് ഇത്തിരി എരിവൊക്കെ വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 4 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച കുരുമുളക് പൊടിയും മസാല അരച്ച് വെച്ച മസാല കൂട്ടും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് യോജിപ്പിച്ച് പുളി, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, ഞാൻ ഇവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഉപ്പും ചേർത്ത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിക്കുക. നല്ലോണം തിള വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ അതിലേക്ക് ഇടുക. മീൻ നമ്മൾ അധികം അങ്ങനെ ഇളക്കി മറിക്കരുത്. ഒരു ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് ഒരു കറിവേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ കൂടി ചെയ്തതിന് നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറി റെഡി.